ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പഞ്ചാബിലെ ഒരു ദിവസം കണ്ടാലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇന്ന് പച്ചക്കറിയായിട്ട് വെക്കുന്നത് കോവയ്ക്കാണ്. ഞാൻ പച്ചക്കറി വാങ്ങി ഫസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ ഈ കോവയ്ക്ക് അങ്ങ് വെക്കും ഗായ്സ്, അല്ലെങ്കിൽ ഇതിരുന്ന് പഴുത്തു പോകും കേട്ടോ. ഇഷിക്കുട്ടിക്കാണെങ്കിൽ കോവയ്ക്ക് വെക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീക്കിലി വൺസ് വന്നിട്ട് കോവയ്ക്ക് എന്തായാലും വാങ്ങിച്ച് വിഴുക്ക് വരട്ടോ കേട്ടോ. ഈ വിഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഗായ്സ്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിന് മെഴുക്കെന്നാണ് പറയുന്നത്. ഓരോ സൈഡിലെ വിഴുക്ക്, മെഴുക്ക് പുരട്ടി, പച്ചക്കറി, അങ്ങനെ ഓരോരോ പേരാണല്ലേ, ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഈ വിഴുക്കിനകത്ത് വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്ത് കറിവേപ്പില ഇടുക, നമ്മുടെ കോവയ്ക്ക, സവാള, പച്ചമുളക് ഇത്രയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കും. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല. ആ ഒരു ആവിയിലിരുന്ന് ഈ കോവയ്ക്ക വെന്ത് വരുമ്പോൾ കോവയ്ക്ക നല്ല സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഈ കോവയ്ക്ക കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് നമ്മുടെ കോവയ്ക്ക വേവിച്ചെടുക്കുകയാണ്. ഇൻഡക്ഷനിലായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാൻ ഇടുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഗൈസ്. എന്തെന്ന് വെച്ചാല് നമ്മുടെ ചിക്കൻ ഇല്ലേ, അത് കൊണ്ടിട്ട് ഒരു തോരൻ, ചിക്കൻ തോരനാണ് ഇന്നത്തെ സ്പെഷ്യല്. പിന്നെ ഇശുക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ തോരൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഉണ്ടാക്കിയിട്ടൊരു 4-5 കൊല്ലമാവും. എനിക്ക് തോന്നുന്നു ഇശുക്കുട്ടി ജനിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അന്ന്. അപ്പോ ഇന്ന് ഞാനൊരു വേറൊരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഞാൻ മുമ്പ് ഉണ്ടാക്കുന്ന മെത്തേഡിലല്ല. മുമ്പ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മുടെ ചിക്കൻ ഇല്ലേ, അത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ചിട്ട്, അതായത് ബോൺലെസ് പീസ് ഇല്ലേ, അതെല്ലാം ഒന്ന് വേവിച്ചിട്ട് ഞാനത് ക്രഷ് ചെയ്തെടുക്കും. അതായത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ മെത്തേഡ് പരീക്ഷിച്ച് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വേണം കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 4-5 ദിവസമായിട്ട് എന്റെ ഫീഡ് മൊത്തം ഈ ചിക്കൻ തോരനാണ്. എന്താണെന്നറിയില്ല ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം ആൽഗരിതത്തിന് സംഭവിച്ചത്. അപ്പോ ഞാൻ കരുതി ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. സത്യം പറഞ്ഞ 2-3 ദിവസമായിട്ടില്ലേ, ഇഷുക്കുട്ടിക്ക് എക്സാം ആവാറായി. അപ്പൊ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ട് അവള് പഠിത്തത്തിൽ ആ ഒരു പഴയ ടച്ച് ഇല്ല. അതായത് നാട്ടിൽ നമുക്ക് അധിക സമയം കിട്ടില്ല. ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ വെച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കണ്ടേ. അപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ അതിന്റെ പിറകെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ സമയം കിട്ടാറില്ലായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും പിടിക്കാനായിട്ട്. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വേവിച്ചിട്ട് അവളുടെ പഠിപ്പിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോ നല്ല ചൂടാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ ഇടയ്ക്ക് മഴയും പെയ്യും. എനിക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് എന്റെ അലർജി വന്നിട്ട് ട്രിഗർ ആവും കേട്ടോ. അപ്പോ ആ സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ എനിക്ക് ജലദോഷം, നമ്മൾ ഈ കൂളറും കൂടി ഇട്ടിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ജലദോഷം പിടിക്കും. അപ്പൊ ഇക്കാക്ക് ഓൾറെഡി ജലദോഷം ഉണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് തണുത്ത വെള്ളമൊന്നും കുടിക്കാത്തതുകൊണ്ട് തൊണ്ടയ്ക്കൊന്നും വലിയ പണി കിട്ടിയില്ല. ഇക്കാക്ക് തൊണ്ടയൊക്കെ ഫുൾ അടിച്ചു പോയിരിക്കുക. അപ്പൊ ഞാന് ഈ ജലദോഷത്തിന് നമ്മള് ഗുളികയില്ല, അത് കഴിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണിച്ചപ്പോയത് ഗൈസ്, രാവിലെ തല പൊക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇശുക്കുട്ടീനെ സ്കൂളിൽ പറഞ്ഞിട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് ഇശുക്കുട്ടീനെ എങ്ങനെയെങ്കിലും പഠിച്ചു വിട്ടിട്ട് പിന്നെ കയറി ഞാൻ കിടക്കും. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. അതാ എന്റെ മുഖം ഇങ്ങനെ ഉറങ്ങി എണീക്കൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വെച്ചു ഇന്ന് കുറച്ച് മടി മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ആക്കാന്ന്. ഇന്ന് ഇക്ക ചിലപ്പോഴേ ഫുഡ് കഴിക്കാൻ വരത്തുള്ളൂ ഉച്ചക്ക് കേട്ടോ. കൺഫേം അല്ല, ഇക്കാക്കുന്ന ഡ്യൂട്ടിയുള്ള ദിവസമാണ്. അപ്പോ പിന്നെ രാത്രിയിലത്തേക്ക് എന്തായാലും ഫുഡ് വേണമല്ലോ. അപ്പൊ ഉച്ചക്ക് കഴിച്ചില്ലെങ്കിൽ രാത്രി കഴിച്ചോളും, അപ്പൊ സീനില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചിയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി ഞാൻ നട്ടു, ബാക്കി ഇഞ്ചി ഞാനിപ്പോ ഉപയോഗിക്കാതെ എടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇവിടെ ഒരു കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യണോന്ന് കരുതിയിട്ട് വിത്തൊക്കെ കൊണ്ടാ ഞാൻ വന്നത്. ഇക്ക മറ്റേ പ്ലാന്റ്സ് ഒക്കെ നട്ടില്ലേ, അപ്പൊ എനിക്കൊരാഗ്രഹം. ഞാനൊരു 1/4 കിലോ അത്രേ ഉള്ളു കേട്ടോ. അത്ര ചിക്കനെ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ചിക്കൻ എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് പരീക്ഷണമാണ്, രണ്ടാമത് നമുക്ക് അത്ര മതി. ചൂടല്ലേ കഴിച്ചു, ഒരുപാട് ചിക്കൻ കഴിച്ചാൽ പണി കിട്ടും.
അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം കേട്ടോ. ഞാൻ എന്റെ അപ്പുറം കെട്ടിട്ടില്ല കഴിച്ചപ്പോ ഒരു അപ്പുറം കെട്ടിട്ട് വരട്ടെ. അപ്പുറം കെട്ടില്ലെങ്കിൽ ഡ്രസ്സ് എല്ലാം പോക്കാം. അപ്പൊ നമുക്ക് ഈ ചെറിയുള്ളി എല്ലാം ചെറുതായിട്ട് അരിയാം. ചെറിയുള്ളി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാനുള്ള പാത്രം വെക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പൊ മട്ട റൈസാ വെക്കുന്നത്. ഞാൻ മട്ടൻ റൈസ് വന്നിട്ട് കുക്കറിലാണ് വെക്കുന്നത്. വെള്ളവും അരിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഊറ്റി വെച്ചതാണ് ഇത്. ഞാൻ ഓൾറെഡി തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ ഇറച്ചിമുളക്. നമ്മുടെ കോവയ്ക്ക് പിടിക്കില്ലേ, അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ചെറിയ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി നമ്മുടെ മഞ്ഞപ്പൊടിയുടെ പച്ച മണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് ബോൺലെസ് പീസും എല്ലുള്ള പീസും എടുക്കാം കേട്ടോ. ഞാനിപ്പോ ബോൺലെസ് ആണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ചിക്കൻ വന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ വേവുന്ന സമയത്ത് ഞാൻ പോയിട്ട് വീടെല്ലാം ഒന്ന് വൃത്തിയാക്കാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇശുക്കുട്ടിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിച്ചണിൽ കുക്കിങ്ങിനായിട്ട് കയറിയതാണേ. അപ്പോൾ വീടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുക്കിങ്ങിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് വീടെല്ലാം ഒന്ന് അടുക്കി പറക്കി വൃത്തിയാക്കി ഇടാന്ന്. എനിക്കിങ്ങനെ വീട് അടുക്കി പറക്കി ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് നമ്മൾ മൂടിക്കിടക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്റൂം ക്ലീൻ ആവും. പിന്നെ ഞാൻ ബെഡ്റൂമിൽ അധികം സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടാത്തതുകൊണ്ട് ഈ ബെഡ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൂം വന്നിട്ട് നല്ല അടിപൊളി നീറ്റ് ആവും കേട്ടോ. പിന്നെ ഹോളിലെല്ലാം ഞാൻ അങ്ങനെ സാധനങ്ങൾ വെക്കാനായിട്ട് സമ്മതിക്കത്തില്ല. കാരണം മറ്റേ ബെഡ്റൂമിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ കൊണ്ടുവയ്ക്കും. ഈ 2 റൂമിലും, അതായത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലും ഹോളിലും വന്നിട്ട് മാക്സിമം എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കാൻ ഞാൻ ശ്രദ്ധിക്കുക. എനിക്കിങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ നമ്മുടെ ഹോളൊക്കെ ഇങ്ങനെ പിരിന്ന് കിടന്ന് എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കര ചൂടാണ്. ഈ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചതിന് ശേഷം ഞാൻ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല യൂസാണ്. നമ്മളിതിങ്ങനെ കാണുമ്പോൾ ഇതിന് വെള്ളം എടുത്ത് കുടിക്കും. അതൊരു നല്ല കാര്യമാണേ. അപ്പോൾ അപ്പുറത്തെ ബെഡ്റൂമിലോട്ട് പോയപ്പോഴാണ് ഗായ്സ് ഇന്നലെ തുണി കണ്ടിട്ട് മടക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി തുണിയൊക്കെ ഒന്ന് മടക്കാം, നമുക്ക് തുണി മടക്കിയാലോ. ഇതാ കണ്ടില്ലേ ഗായ്സ്, ഞാൻ എല്ലാ തുണികളും ഇത് അതുപോലെ അടിപൊളിയായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് മടക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഈസി ആയിരുന്നു കേട്ടോ. ഈ നമ്മൾ ഈ കൈ വെച്ച് കൈ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത്രയും നല്ലൊരു പ്രോസസ്സ് നടന്നിട്ടാണ് ഗൈസ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത്. ഇത് എനിക്കുള്ളത്, ഇക്കാക്കുള്ളത്, ഇഷ്കുട്ടിക്കുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം അധികം ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് കുറച്ചൊരു സ്പൈസ് ലെവൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു തേങ്ങയുടെ പച്ചമണം എല്ലാം അങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ. അല്ലാതെ ഒന്ന് കുഴഞ്ഞ് ഇതുപോലെ വരണം. നിങ്ങൾക്ക് ആ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ സമയത്ത് ഒരു സ്വല്പം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആയിട്ട് ഞാനിങ്ങനെ അടച്ച് വെക്കുകയാണ്. നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഇശുക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇശുക്കുട്ടിനെ വിളിക്കാനായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി പോവാണ്. ചില ദിവസങ്ങളിൽ അവൾ വന്നതിന് ശേഷം ഞാൻ താഴെ പോകുക കേട്ടോ. ചില ദിവസങ്ങളിൽ നേരത്തെ അവളെ വിളിക്കാനായിട്ട് ഇങ്ങനെ പോയി നിൽക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ താഴെ പോയി നിന്ന് അവളെ വിളിച്ചുകൊണ്ട് വരുന്നത്.
അപ്പോൾ അവളുടെ കൂടെ ഇപ്പോൾ ഒരു മലയാളി ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ രണ്ടുപേരും കൂടി നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഇറങ്ങി വരാണ് കേട്ടോ. എന്തൊക്കെ പഠിച്ച് എത്ര മാർക്ക് കിട്ടും? എനിക്ക് ഒരു ടൂയില്ല, ത്രീയില്ല, ഫോറില്ല, ഫൈവില്ല, സിക്സില്ല, സെവനില്ല, സിക്സില്ല, സെവനില്ല, എയ്റ്റില്ല, നയനില്ല, ടെന്നില്ല. എത്രണ്ണം തെറ്റി? ഞാൻ സ്കൂളിൽ തന്നെ ഡ്രസ്സാക്കി ഫുഡൊക്കെ TV വേണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങിട്ട് രാവിലെ എണീറ്റിട്ട് യേശുവിന്റെ വീട്ടിൽ പോയി. യേശുവിന്റെ ഫ്രണ്ടാണ്. യേശുവിക്ക് ഒരാളും കൂടെ ഉണ്ട്, രണ്ട് ഫ്രണ്ടും ഉണ്ട്. റുവിയും ഒരു ഫ്രണ്ട്, വലിയ ഫ്രണ്ട്. എനിക്ക് ബിഗ് ഒരു ഫ്രണ്ടും ഉണ്ട്, ലോകം ചേച്ചിയുണ്ട്, ലോകത്തിന്റെ മോളുണ്ട്, സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഞാൻ അവളെ സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് അവൾ തന്നെ പോയി യൂണിഫോം ഒക്കെ മാറ്റി ഷൂ സ്റ്റാൻഡിൽ ഷൂ ഒക്കെ കൊണ്ടുവച്ച് ഇട്ടിരുന്ന യൂണിഫോം അപ്പോഴേ വാഷിംഗ് മെഷീനകത്ത് കൊണ്ടിടണം. പിന്നെ വന്നിട്ട് അവളുടെ ബാഗൊക്കെ അവളുടെ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവളെ തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് അവളുടെ ലഞ്ച് ബോക്സ് വന്നിട്ട് അവൾ തന്നെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കണം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ അത് ഇപ്പോഴേ നമ്മൾ ആ കുട്ടികളെ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ ഭയങ്കര നല്ല പാരൻ്റ് ആണെന്നൊന്നും അല്ല, എന്നാലും പറ്റുന്ന വിധത്തിൽ നല്ലതുപോലെ പാരൻറ്റിങ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ടിഫിൻ ബോക്സ് എല്ലാം അവളെടുത്ത് നേരെ കിച്ചണിലോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ കിപ്പിച്ചാകുമ്പോൾ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കതൊരു സന്തോഷവും ഒരു പ്രോത്സാഹനമാണ് പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ തോരൻ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. കണ്ടില്ല, അല്ല ചിക്കൻ തോരൻ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ നമുക്ക് ചിക്കൻ തോരനും ചോറും വെഴുക്കൊക്കെ കൂട്ടി ഇച്ചുകുട്ടിക്ക് ചോറ് കൊടുത്താലോ? സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു 10-15 മിനിറ്റ് അവളിങ്ങനെ TV കാണും. ആ സമയത്ത് ഞാനിങ്ങനെ അവൾക്ക് ചോറ് വാരി കൊടുക്കുകയാണേ. അവൾക്കങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ TV കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ അവളെ കിടത്തി ഉറക്കും. എങ്കിലേ നമുക്ക് വൈകിട്ട് അവളെ ഉണർത്തി പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് അവൾക്ക് TV കാണാനായിട്ട് ഞാൻ സ്ലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ടൈമാണ് കേട്ടോ. ഈ ടൈമിൽ ഒരു 10-15 മിനിറ്റ് TV കണ്ടിട്ട് അപ്പോഴേ ഓഫ് ചെയ്തിട്ട് അവളെ കൊണ്ടുപോയി കിടത്തി ഉറക്കും കേട്ടോ. ഞാൻ കണ്ടില്ലേ, യേശുക്കുട്ടി അപ്പോഴേ ഫുഡൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ കിടത്തി ഉറക്കി കേട്ടോ. അവൾ എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എണീക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിക്കും കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ ഇഷിക്കുട്ടി നല്ല ഉറക്കമായി ഗൈസ്. ഇനി നമുക്ക് പോയി ചോറ് കഴിച്ചാലോ? അപ്പോൾ ഇന്ന് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും തോനെ കോവയ്ക്ക് മെഴുക്കൊക്കെ എടുക്കുകയാണ്. ഞാനിപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചക്കറിയും ഇതുപോലുള്ള പ്രോട്ടീനുള്ള സാധനങ്ങളും കൂടുതൽ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ തോരനും എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഉണങ്ങിയ മാങ്ങയുടെ അച്ചാറാണ് കേട്ടോ. മറ്റേ എനിക്ക് കുറേ ഉണങ്ങിയ മാങ്ങ മീൻസ് നല്ല മാങ്ങ വന്നിരുന്നു, അത് നമ്മൾ അരിഞ്ഞ് ഉണക്കിയത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അച്ചാറാക്കിയായിരുന്നേ. നാട്ടിൽ നിന്ന് അച്ചാറാക്കിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിൽ മസാല കുറവായിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ പപ്പടം. അപ്പം നമ്മുടെ അടിപൊളി മീൽസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഈ പപ്പടം ഇക്കാൻ്റെ കൂടെ കൂടിയതിന് ശേഷം കിട്ടിയ ശീലമാണ് ഗൈസ്. എനിക്കിങ്ങനെ പപ്പടം വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കോവയ്ക്ക വെഴുക്കും. നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് മാങ്ങാച്ചാറും കൂടി എടുത്ത് നമുക്ക് ഉരുട്ടി കഴിക്കാൻ ഗൈസ്. നമുക്ക് പിന്നെ കറി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ ഈ ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നിങ്ങൾ ഈ ചിക്കൻ തോരൻ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ. ചിക്കൻ തോരൻ ഒരു രക്ഷയില്ല. സത്യ പപ്പടവും അച്ചാറും ഒക്കെ ഒരു അധികപ്പറ്റാണ്. ആ ചിക്കൻ്റെ മസാലയും നമ്മുടെ കോവയ്ക്ക് വെഴുക്ക് മാത്രം മതി.
അപ്പം ഞാൻ കഴിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.